ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു രംഗം എടുത്തിരിക്കുന്ന റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അതിലെ ഒരു രംഗം എടുത്തിരിക്കുന്ന റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്യാണ്. മറ്റൊന്നുമല്ല, സാക്ഷാൽ സ്റ്റീഫൻ നെടുമ്പള്ളി PK രാമദാസിന്റെ ഫ്യൂണറൽ വരുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹത്തെ കമ്മീഷണർ കടത്തി വിടുന്നുമില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹം നടന്നു പോകുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും ജനങ്ങളും എല്ലാം കൂടെ കൂട്ടുകൂടി ആ രംഗം മെഗാ മാസ് ആവുന്ന സീനാണ്. എന്നാൽ അതിന് കാരണം സാക്ഷാൽ രജനീകാന്താണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. കാര്യം, രജനീകാന്ത് പോയിസ് ഗാർഡനിലാണ് താമസിച്ചത്. രജനീകാന്തും ജയലളിതയും തമ്മിൽ ആ ഒരു സമയത്ത് ഭയങ്കര വാക്പോലും ശത്രുതയും മുറിയ സമയമായിരുന്നു. ഇപ്പൊ രജനീകാന്ത് വീട്ടിൽ നിന്ന് കാറിൽ പോകാൻ നിൽക്കുമ്പോൾ അവിടുത്തെ പോലീസുകാർ പറയുന്നു, സാർ ഇപ്പം പോകാൻ പറ്റത്തില്ല, മുഖ്യമന്ത്രി സുരക്ഷ കാരണം അത് മുഖ്യമന്ത്രി പോയതിനു ശേഷം മാത്രമേ താങ്കൾക്ക് പോകാൻ പറ്റുന്നു പറയും. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ രജനീകാന്ത് വണ്ടിയിൽ ഇറങ്ങി നേരെ അപ്പുറത്തുള്ള ഒരു കടയിൽ പോയി ട്രിപ്പിൾ ഫൈവ് സീറിന് മേടിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റൈലിഷ് ആയിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് സാക്ഷാൽ രജനീകാന്താണ് അവിടെ നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ ആരാധകരും ജനങ്ങളും എല്ലാം കൂടെ മിനിറ്റുകൾക്കകത്ത് നിറഞ്ഞുകൂടി. അപ്പൊ അങ്ങനെ ആ ഒരു അന്തരീക്ഷം ആകെ കലുഷിതമായി മാറുകയും പോലീസുകാർ ഒന്ന് സാർ പോകണം, അല്ലെങ്കിൽ ഭയങ്കര ഒരു ലോ ആൻഡ് ലോ ഇഷ്യൂ ആവുമെന്ന് പറയുന്നു. അങ്ങനെ രജനീകാന്ത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു രംഗമാണ് നമ്മുടെ സാക്ഷാൽ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് വേണ്ടി പൃഥ്വിരാജ് ലൂസിഫർ എന്ന സിനിമയിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു അതിമനോഹരമായ രംഗമായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് സാക്ഷാൽ രജനീകാന്ത് എന്നുള്ളത് കാര്യം ഈ ഇടയ്ക്ക് പൃഥ്വിരാജ് തന്നെയാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്.